അതെ, ഒരു ആലുവ സ്വദേശിയിൽ നിന്നും മൊബൈലിന്റെ ഒരു ആക്സസറീസിന്റെ ഗോഡൌണിന് വേണ്ടി ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് 10,000 രൂപയാണ് ചോദിച്ചത്. അത് കൊടുക്കുന്നതിന് വിജിലൻസിന്റെ അടുത്ത് പരാതിയായിട്ട് വരികയും അതനുസരിച്ച് വിജിലൻസ് പൈസ കൊടുത്തു വിടുകയും അതനുസരിച്ച് അവരത് കൊടുത്തപ്പോൾ നമ്മൾ സാക്ഷികളുടെ സഹായത്തോടുകൂടി അദ്ദേഹത്തെ പിടിക്കുകയാണ് ചെയ്തത്, ആ പൈസ ഉൾപ്പെടെ. പിന്നെ കൂടാതെ മധു എന്ന് പറഞ്ഞ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനുവും അവിടെ ഒരു സ്റ്റാഫായിട്ടുള്ള ജോൺ സേവ്യർ, ഇത്രയും പേരും അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഈ നടപടിയുടെ ഭാഗമായിട്ട് അവർ വിട്ടു. ഇവര് 50,000 രൂപയാണ് ചോദിച്ചത്. നമ്മൾ 10,000 രൂപയാണ് ഇപ്പോൾ വാദി കൊടുത്തത്. നമുക്ക് ഇവിടെ അഴിമതിയുടെ കാര്യങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. പതിവായി അഴിമതി ഉള്ളതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാച്ച് ചെയ്തു വരുന്നൊരു സ്ഥാപനമാണ്. അതെ, ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഈ കോർപ്പറേഷൻ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ശരി, ആക്ച്വലി ഇന്നലെ നടക്കേണ്ട കാര്യമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വാർത്തയോട് ഇന്ന് അവരത് പുറകിലേക്ക് പോയി. അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് നടന്നു. നേരത്തെ പറഞ്ഞല്ലോ, അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം. ഇതിപ്പോൾ ഒരു മൊബൈൽ ആക്സസറീസിന്റെ ഗോഡൌണിന് ബിൽഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പെർമിഷന് വേണ്ടിയിട്ടുള്ളതാണ് അയാൾ അപേക്ഷ കൊടുത്തത്, ഒരു ആലുവ സ്വദേശി അപേക്ഷ കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇവർ 50,000 രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ എറണാകുളം വിജിലൻസ് യൂണിറ്റിൽ അവരെ അപ്രോച്ച് ചെയ്തു. 30,000 രൂപ കൊണ്ടുപോയി. അത് HI മധു വാങ്ങിച്ചു. അത് ഒരു 3 പേരുണ്ട് അവിടെ. കണ്ടിജന്റ് വർക്കർ ജോണുണ്ട്, ഒപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനുണ്ട്. ഒരു 3 പേരും കൂടിയാണ് അങ്ങനെ ആളുകളിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വീതം വെച്ച് പോകുന്നതെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സക്സസ്ഫുള്ളി ട്രാപ്പ് ചെയ്തു. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് തിരിയും. ഇനി കൂടുതൽ പരിശോധന, പ്രത്യേകിച്ചും ഈ നഴ്സറിയെക്കുറിച്ച് സാധാരണക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് വരുന്ന പരാതികൾ. അപ്പോൾ സ്വാഭാവിക കൂടുതൽ നിരീക്ഷണം ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് പൊതുസമൂഹം മുൻപോട്ട് വരണം. അപ്പോൾ ഈ പരാതിക്കാരെ പോലൊക്കെ തന്നെ ഒരു തരത്തിലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള ഒരു ശക്തമായ തീരുമാനം പൊതുജനത്തിന്റെ ഭാഗത്തുണ്ടാവണം. അത് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ വിജിലൻസിനെ സമീപിക്കണം. വിജിലൻസ് ശക്തമായ നടപടിയായിട്ട് മുൻപോട്ട് പോകും. ഇപ്പോൾ ഞങ്ങളുടെ വിജിലൻസ് ഡയറക്ടർ സാറായാലും ശരി, മറ്റ് മേലുദ്യോഗസ്ഥരായാലും ശരി, 100% സപ്പോർട്ട് ഇത്തരം കാര്യങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിൽ അഴിമതിക്കാരായാലും ശരി, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, എത്ര ഉന്നതരായാലും ശരി, അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. ആളുകളുടെ ഭാഗത്തുനിന്നൊരു കോപ്പറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പണം പോയാൽ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു കാര്യം കൂടി ജനങ്ങൾക്ക്. അതെ, നമ്മൾ ഇപ്പോൾ ഈ അങ്ങനെ അവർ ഇതിനു വേണ്ടി ഇറക്കുന്ന പണം തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കും. മാത്രമല്ല, അവരുടെ പരാതി ന്യായമാണെങ്കിൽ
അവരുടെ പരാതി ന്യായമാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ നിന്നുകൊണ്ട് അവരുടെ കാര്യം നമ്മൾ നിർത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഭൂമി തരം മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു പരാതി ഉണ്ടായിരുന്നു. 2000 രൂപ ഒരു അഗ്രികൾച്ചർ അസിസ്റ്റന്റിനെ പിടിച്ചത്. അത് നമ്മൾ എൻ്റെ ഡിവൈഎസ്പിയുടെ നേതൃത്വം തന്നെ ഉദ്യോഗസ്ഥർ പുറകെ പോയി അദ്ദേഹത്തിൻ്റെ പരാതി ന്യായമായിരുന്നു, അത് ബന്ധപ്പെട്ട അധികൃതരെ കോൺടാക്ട് ചെയ്തിട്ട് അത് നമ്മൾ നിവർത്തിച്ചു കൊടുത്തു. 100% ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ മുൻപോട്ട് വരുന്ന ആളുകളെ എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് അവരുടെ പരാതി ന്യായമാണെങ്കിൽ അത് നമ്മൾ തീർപ്പുണ്ടാക്കി കൊടുക്കും.